താങ്ക് യു ഏട്ടായി. നോക്കടോ, ഇതാടോ പ്രൊഫഷണലിസം. റിസ്ക് എടുക്കുമ്പോ റിസൾട്ടും കിട്ടും. ഓ കുളിസീൻ തന്നല്ലോ. ആ പെണ്ണും കൂടെ ഉള്ള ഒരു കോപ്പി ഞാളിയാ. അടുത്ത ഇഷ്യൂല് ലീഡായിട്ട് വരണം. ഓക്കെ ജോണിക്കുട്ടി, എന്നാ ഏട്ടായി? പൊക്കോ പൊക്കോ. ഇതിനേക്കാൾ റിസ്ക് ഉള്ള ഒരു അസൈൻമെന്റ് കൂടി നിന്നെ ഏൽപ്പിക്കാൻ പോവാ. ആരുടെ കുളിയാളിയാ? ഈ അസൈൻമെന്റ് എന്ന് പറയുന്ന കുളിയല്ലേ? ജോണിക്കുട്ടി, ഹോട്ടൽ മാഡ്രിഡ് പ്ലാസയിൽ ഒരു ബാർ സിംഗർ വരുന്നു. വൺ മിസ് ഡയന ഫിലിപ്പ്. നല്ല കുട്ടിയാ. അവൾ പല VIP കളെ മീറ്റ് ചെയ്തേക്കാം. മിസ്റ്റർ മോഹൻ അവളെ ഫോളോ ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ജസ്റ്റ് യു ഹാവ് ടു, ദാറ്റ്സ് ഓൾ. ഓക്കെ ഏട്ടായി. വഴി വിട്ട് നടക്കുന്ന എല്ലാവരെയും നമുക്കങ്ങ് പോക്കാം. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഡയാനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എന്നെ ഏൽപ്പിക്കില്ലല്ലേ? ഇല്ല. ഊരും പേരും അറിയാത്ത, സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്ത ഒരു ഫോട്ടോഗ്രാഫറെ പിടിച്ച് MD തലയെ കയറ്റി വച്ചോളണം. എന്നിട്ട് MD ടാറ്റായി ടാറ്റായി എന്ന് വിളിക്കാൻ അനുമതിയും കൊടുത്തോ? അതേടാ, ഇവനെന്റെ അനിയന്. ഒരേ മനസ്സുള്ള അനിയൻ. നിനക്കറിയാമോ, 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നട്ടുച്ചയ്ക്ക് കോട്ടയത്ത് ഏതോ റബ്ബർ കാട്ടിൽ നിന്നും വിശപ്പടക്കാൻ നിവൃത്തിയില്ലാത്തൊരു 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചെന്താണെന്നറിയാമോ? എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ ചേട്ടായിന്ന്. അത് വേറെ ആയിരുന്നില്ല, ദാ ഇവനായിരുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഇതൊരു 100 തവണ 100 പേരോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലയോ? ഇതെന്നാ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്യുന്നത്? ഇനിയും റീവൈൻഡ് ചെയ്യൂടാ. ഒരു ഏട്ടനൊന്നും മറക്കാൻ കഴിയില്ല അനിയാ. എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ആ ഡയാനയുടെ കാര്യം. ഡയാനയുടെ കാര്യം ഇനി പറഞ്ഞാൽ തന്റെ പല്ലടിച്ചാൻ താഴെ ഇടും. അതിനിച്ചിരി പുളിക്കും. ഇത് ആമ്പിള്ളാർ നേരത്തെ അടിച്ചളക്കിയതാ. ഈ ഇരിക്കുന്നത് ഇപ്പൊ വൈപ്പല്ല. നോക്കിക്കോ, ഇതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൃഷ്ണേന്ദു ചാച്ചിയുടെ വിളിച്ച് പറഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ അളിയൻ ചത്തുപോട്ട്. എന്റെ പൊന്നു ചേട്ടാ, ഈ സാധനത്തിന് ഇവിടുന്ന്